നമസ്കാരം, ഞാൻ എം കെ തോമസ്. ഇപ്പം ഈ +2 പരീക്ഷ കഴിഞ്ഞിട്ട് രക്ഷിതാക്കളും മക്കളും ഒക്കെ അഡ്മിഷന് വേണ്ടി നെട്ടോട്ട് ഓടുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് നിങ്ങൾ അജ്ഞത മുതലെടുക്കാനായിട്ട് കേരളത്തിൽ നമ്മുടെ കണക്ക് പ്രകാരം കേട്ടോ 4000 പരം അഡ്മിഷൻ ഏജന്റുമാർ പ്രവർത്തിക്കും. ഈ 4000 പരം അഡ്മിഷൻ ഏജന്റുമാർ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതിനു മുമ്പ് ഇതൊന്ന് കണ്ടേ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഫോൺ നമ്പരൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്. ദിവസേന 100 കണക്കിന് രക്ഷിതാക്കളാണ് വിളിക്കുന്നത് ഈ കോളേജ് നല്ലതാണോ എന്നറിയാനായിട്ട്. അങ്ങനെ ഒരു കോളേജിന്റെ കാര്യം കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചതാണ്. ഇത് കർണാടകയിലെ KN കോളേജ് ഓഫ് നേഴ്സിംഗ് നല്ലതാണോ സാറേ എന്ന്. അപ്പോൾ എനിക്ക് അവരോട് മറുപടി കൊടുക്കാനുള്ളത്, നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല പുതിയ ഒരു ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു മറുപടിയാണിത്. ആദ്യം ഈ കോളേജ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് 2024-25 2025-26 പോസ്റ്റ് PHCക്കും MSCക്കും അഡ്മിഷൻ എടുത്ത് ആ ക്യാമ്പസിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും നേരിൽ കാണിച്ചു തരാൻ അവിടെ ചെന്ന് ആവശ്യപ്പെടുക. ആരോട് ചോദിക്കണം? പ്രിൻസിപ്പാളിനോട് ചോദിക്കണം. ഇവരൊക്കെ കാണിച്ചു തരിക, ഇവിടെ ലിസ്റ്റ് വാങ്ങിക്കുക, പരിശോധിക്കുക. എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകുക, ഇല്ലെങ്കിൽ അവിടെ നിർത്തുക, പിന്മാറുക. കാരണം ആരോഗ്യ സർവകലാശാല പുതിയ ഒരു സർക്കിളിന്റെ ബേസിലാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും അവിടെ തന്നെ ഉണ്ടോ? ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നത് ബാങ്ക് അക്കൗണ്ട് വഴിയാണോ? ഇത് അവിടെ എല്ലാവരും ഉണ്ടോ ഇല്ലയോ? യൂണിവേഴ്സിറ്റിയും കൗൺസിൽ പ്രകാരവും ഒക്കെ നിയമപരമായിട്ട് പറയുന്ന അത്രയും അധ്യാപകർ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ സ്വയമേ പരിശോധിക്കണം. പിന്നെ 3ാമത്തെ കാര്യം, മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ ചോദിച്ചു വാങ്ങുക. അത് വെച്ച് മറ്റുള്ള മുൻ വർഷങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് ഒരു താരതമ്യ പഠനം നടത്തുക. ഇതാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് അഡ്മിഷൻ ഏജന്റുമാരുടെ ഒരു കാര്യം പറയാം. നിങ്ങൾ കുട്ടികൾക്ക് അവരോട് പറയുന്നു അഡ്മിഷൻ ഇല്ല, വേഗം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഫോൺ ചെയ്തും ഒക്കെ മാനസികമായ സംഘർഷം കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കുക. യാതൊരു കാരണവശാലും എന്നെ വിളിച്ചോ, നിങ്ങൾ അയച്ചു കൊടുക്കുന്ന മെസ്സേജ് എനിക്ക് അയച്ചിട്ടോ ഈ കോളേജ് നല്ലതാണോ എന്ന് ചോദിക്കരുതെന്ന് നിങ്ങൾ രക്ഷിതാക്കളോടും കുട്ടികളോടും പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. കാര്യം ഇവരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ ഞാനുള്ള സത്യം ഞാൻ പറയും. അത് അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നിങ്ങളൊക്കെ എന്നെ പറ്റി കുറെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടെ ഒക്കെ അവർക്ക് അയച്ചു കൊടുക്കും. പിന്നെ അതൊക്കെ കണ്ടിട്ട് അതെല്ലാം വിശ്വസിക്കുന്ന രക്ഷിതാക്കളുടെ ഭാവി, അവരുടെ മക്കളുടെ കാര്യങ്ങളെ പറ്റി, അവരെ സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അത് വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ആ രക്ഷിതാക്കളുടെയും ആ മക്കളുടെയും ഉത്തരവാദിത്വം, എൻ്റെ അല്ല. അതുകൊണ്ട് ഈ ഏജന്റുമാരോട് പ്രത്യേകം ഞാൻ പറഞ്ഞിരിക്കുന്നു, ദയവായിട്ട് അവരോട് പ്രത്യേകം പറയുക, എം കെ തോമസിനെ വിളിച്ച് ഒരിക്കലും കോളേജ് നല്ലതാണെന്ന് ചോദിക്കരുതെന്ന്. ചോദിച്ചാൽ ഞാൻ ഉള്ള സത്യം ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കും. ഇവരാവശ്യപ്പെട്ടാൽ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയ്ക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തെ സർവകലാശാലയ്ക്കും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനും AICTEക്കും ഒക്കെ കൊടുക്കാനുള്ള വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയും ഞാൻ തയ്യാറാക്കി. ഇത്രയും ഞാൻ ചെയ്യത്തുള്ളൂ. പിന്നീട് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അഡ്മിഷൻ വേണ്ടെന്നോ സ്ഥാപനങ്ങളെ പറ്റിയുള്ള സത്യസന്ധമായ കാര്യങ്ങൾ അവർ മറ്റേ ഏജൻസികളിൽ നിന്ന്, അതായത് സർക്കാർ സംവിധാനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് അവർക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കഞ്ഞി കൂടി മുട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റിയൊക്കെ അറിയണം. ഒരു കോളേജല്ല, 100 കണക്കിന് കോളേജുണ്ട്. എല്ലാം ഞാൻ സാവധാനം പറഞ്ഞു തരാം. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ പറയണം. കൂടുതൽ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.